ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റിയൊക്കെ കണ്ടേക്കാം. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ഇന്നലെയും ഏഷ്യൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഇന്നലെ ഏഷ്യയിൽ നല്ല രീതിയിലുള്ളൊരു ഫാള് കണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ ദൗ ജോൺസ് ഇൻഡെക്സും അതുപോലെ തന്നെ S&P 500ഉം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നാസ്ഡാക്ക് അതുപോലെ തന്നെ റസൽ 2000 ഒക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം മെറ്റാ പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ പാൽ ഇൻഡീർ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. US ഫെഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത മീറ്റിങ്ങിലൊന്നും തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഡിസിഷൻ ഉണ്ടാവില്ല, കാരണം ഇൻഫ്ലേഷൻ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ടാണ്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ പ്രൈസ് കൂടുന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. കാരണം 47% അലുമിനിയം ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടിൽ കൂടെയാണ്. അപ്പോൾ ഇമ്പോർട്ട് താരിഫ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയിലത്തെ അലുമിനിയം പ്രൈസ് കൂടും. ഇതേ സ്ഥിതി തന്നെയാണ് സ്റ്റീലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ അലുമിനിയം കമ്പനികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലത്തെ അലുമിനിയം കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹിൻഡാൽക്കോൻ്റെ സബ്സിഡിയറി ഉണ്ട് നോവീലീസിനൊക്കെ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് പൊതുവെ ഇന്ത്യയിലെ അലുമിനിയം സെക്ടറിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ നാഷണൽ അലുമിനിയത്തിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഒപ്പം അമേരിക്കയിലെ പ്ലാന്റുള്ള JSW സ്റ്റീലിനെ സംബന്ധിച്ചും കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. $2,945 പെർ ഔൺസ് ആണ് പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ പക്ഷേ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ് ഇന്ന് മോർണിംഗിൽ. ബ്രന്റ് ക്രൂഡ് ഓയിൽ $76.75 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ നല്ല രീതിയിൽ റിക്കവറി നടത്തിയിരുന്നു. RBIയുടെ ഇൻ്റർവെൻഷനാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. അതേസമയം ഈ റുപ്പി ഡിപ്രീസിയേഷനും അപ്രീസിയേഷനൊക്കെ ഗോൾഡിൻ്റെ പ്രൈസിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് റുപ്പി മൂവ്മെൻറ്റ് വാച്ച് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ NBCC 3217 കോടി രൂപയുടെ വില്ലകളും അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളും സെല് ചെയ്തിട്ടുണ്ട്. 1233 ഹൗസിംഗ് യൂണിറ്റുകളാണ് നോയിഡയിൽ. NBCCനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ധാരാളം ഗവൺമെൻറ് റിലേറ്റഡ് ഓർഡേഴ്സും NBCC വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീറാം ഫിനാൻസ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് 3 ഇയറിനുള്ളിൽ അവരുടെ പോർട്ട്ഫോളിയോ 20 ടൈംസ് ആക്കി ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ലോൺ ബുക്കൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ജൂപ്പിറ്റർ വാഗൻസ് 600 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് അംബുജ സിമെൻറ്റ് അതുപോലെ തന്നെ ACC സിമെൻറ്റിൽ നിന്നാണ്. BEMൽ പുതിയൊരു JV പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ബാറ്റിൽ ടാങ്കുകളും അതുപോലെ തന്നെ മറൈൻ എൻജിൻസൊക്കെ നിർമ്മിക്കാനുള്ള ഓർഡറാണ്. BEMലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. BHAൽ 6200 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് ദാമോദർ വാലി കോർപ്പറേഷനിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഹാപ്പി ഫോർജിങ്സ് ഗ്ലോബൽ മാനുഫാക്ചറായിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഫോർജിങ്ങിനെ സംബന്ധിച്ചും അത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്നലെ വന്നിട്ടുള്ള Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ അസ്ട്രാസെനക്ക നല്ലൊരു റിസൾട്ടായിരുന്നു. അതുപോലെ തന്നെ NBCCയും ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. മറ്റ് റിസൾട്ടുകളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് ഒട്ടുമിക്കവാറും എല്ലാ റിസൾട്ടുകളും എന്നുള്ള വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് മാർക്കറ്റിൽ കണ്ടേക്കാം. അതേസമയം ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസൊക്കെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ തരത്തിലുള്ള സ്റ്റോക്കുകളിൽ കാണാനുള്ള സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി എക്സ്പോർട്ട് ഇമ്പോർട്ട് രംഗത്ത് നോക്കുകയാണെങ്കിൽ
നമ്മളെ സംബന്ധിച്ച് അമേരിക്കയിലത്തെ താരിഫ് റേറ്റുകൾ പുതുതായിട്ട് അനൗൺസ് ചെയ്യുന്നതൊക്കെ വന്നതിന് ശേഷമാണ് ഒരു ക്ലിയർ ഇമ്പാക്റ്റ് ഒക്കെ പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 18% ടോട്ടൽ എക്സ്പോർട്സിൻ്റെ അമേരിക്കയിലേക്കാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള താരിഫ് ഇന്ത്യൻ കമ്പനികളുടെ മേലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾക്കുണ്ടാകുന്ന തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മെഷീനറി, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളൊക്കെയാണ് 21% എക്സ്പോർട്സിൽ. അതുപോലെ തന്നെ ഫ്യൂവൽ 8.6% ഉണ്ട്. സ്റ്റോൺസ് ആൻഡ് ഗ്ലാസസ് 15.2% ഉണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് 12.3% ഉണ്ട്. മെറ്റൽസ് 6.7% ഉണ്ട്. എക്സ്പോർട്ടിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 5.5% ഉള്ളൂ അലുമിനിയം, സ്റ്റീലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള സാധ്യതകൾ കുറവാണ്. ഇതൊക്കെയാണ് എക്സ്പോർട്ട് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. മോർഗൻ സ്റ്റാൻലി അവരുടെ ഇൻഡെക്സ് റീഷഫ്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 28 മുതലാണ് അത് ഇഫക്റ്റീവ് ആവുന്നത്. ഹ്യുണ്ടായിനെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാനി ഗ്രീനിനെ എക്സ്പെൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റേജ് കൂടിയിട്ടുള്ളത് ഇൻഡസ്ഇൻഡ് ബാങ്ക്, സൊമാറ്റോ, മാൻകൈൻ ഫാർമ, വരുൺ ബെവറേജസ്, ടോറൻ ഫാർമ, ഡിക്സൺ ടെക്നോളജീസ്, PB ഫിൻടെക്, വോൾട്ടാസിനൊക്കെയാണ് വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ളത്. അഡാനി ഗ്രീൻ, റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ഇൻഫോസിസ്, ICICI ബാങ്ക്, ഭാരതി എയർടെൽ, TCS, മഹീന്ദ്ര, LNT, ആക്സിസ് ബാങ്ക്, ഈ വെയിറ്റേജുകളൊക്കെ കുറവാണ്. ഒപ്പം MSCI ഇന്ത്യ ഡൊമസ്റ്റിക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ 20 സ്റ്റോക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. 17 സ്റ്റോക്കുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതിൽ നമുക്ക് മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകൾ ആഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ അലൈഡ് ബ്ലെൻഡേഴ്സ് ഉണ്ട്, ASK ഓട്ടോമോട്ടീവ് ഉണ്ട്, ബ്ലാക്ക് ബോക്സ് ഉണ്ട്, E2E നെറ്റ്വർക്ക് ഉണ്ട്, ജ്യോതി CNC ഓട്ടോമേഷൻ ഉണ്ട്, കോവൈ മെഡിക്കൽ സെൻറ്റർ ആൻഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സുന്ദരം ക്ലൈറ്റോൺ, വെബ്സോൾ എനർജി സിസ്റ്റം, സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള MSCI ഡൊമസ്റ്റിക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്മോൾ ക്യാപ്പ് കമ്പനികളാണ്. ഈ കമ്പനികളൊക്കെ ഒരു പക്ഷേ ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള കമ്പനികളാണ്. അപ്പം മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒന്ന് അറ്റൻഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നും വീണ്ടും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഗ്ലോബലി ഉള്ളത്. എന്നിരുന്നാലും ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് മാറാനുള്ള സാധ്യതകളുണ്ട്. നിഫ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 23,000 സ്ട്രോങ് സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ വീണ്ടും 22,800 ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.